നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വി.ഡി. സതീശനെതിരെ നിലപാട് കടുപ്പിച്ച് പി വി അൻവർ. UDF ചെയർമാൻ കൂടിയായ വി.ഡിക്ക് ഗൂഢലക്ഷ്യമെന്ന് വിമർശനം. പിണറായി സത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒതുക്കാൻ ശ്രമമെന്ന് പി വി അൻവർ. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ എന്ന് വി.ഡി. സതീശൻ. UDF യോഗം നാളെ. അൻവർ കറിവേപ്പിലയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. കനത്ത കാറ്റിലും മഴയിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. ആലപ്പുഴ, എറണാകുളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 7 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ഇടുക്കി കുമളിയിൽ ലോറിക്ക് മുകളിൽ മരം വീണ് ഡ്രൈവർ മരിച്ചു. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന് വിദഗ്ധ സമിതി. റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. മണ്ണ് പരിശോധന നടത്തിയില്ലെന്നും ഡിസൈനിൽ വൻ തകരാറെന്നും കണ്ടെത്തൽ. ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കും. കൂരിയാട് പാതയുടെ സംരക്ഷണ ഭിത്തി ഇന്ന് വീണ്ടും തകർന്നു. എറണാകുളം കാലടിപ്പാലത്തിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിലെ കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു സർക്കാർ. നടപടി പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ആവശ്യപ്പെടാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി. തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ അപകടകരമായ രാസവസ്തുക്കളില്ലെന്നും വിശദീകരണം. കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെയ്നർ മാറ്റുന്നതിനിടെ തെർമോകോൾ കവചത്തിന് തീപിടിച്ചു. BJP വക്താവെന്ന വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂർ MP. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തനിക്ക് മറ്റ് ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് റിജിജു. ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ അമേരിക്കൻ ഫെഡറൽ കോടതിയുടെ ഉത്തരവ്. ട്രംപിന്റെ നടപടി അധികാര ദുർവിനിയോഗം. രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം US കോൺഗ്രസിനെന്നും കോടതി. ട്രംപ് സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ വിഭാഗത്തിലെ പദവി ഒഴിഞ്ഞ ഇലോൺ മസ്ക്. വിശദമായി നോക്കാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് നിഗൂഢ ലക്ഷ്യമുണ്ടെന്ന് പി വി അൻവർ. തന്നെ ഒതുക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും ഇനി പ്രതീക്ഷ ജനങ്ങളിലാണെന്നും പി വി അൻവർ പറഞ്ഞു. KC വേണുഗോപാലിന് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെന്നും മറ്റു ചിലരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും പി വി അൻവർ വ്യക്തമാക്കി. നമ്മൾ എന്ത് പ്രശ്നമുള്ളത് ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതൊരു പക്ഷേ UDF ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ നിഗൂഢ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശ രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാര്യം ജനങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ പ്രത്യാശമുണ്ട്. ഈ പി വി അൻവർ UDFിനൊപ്പം നിൽക്കേണ്ടത് പി വി അൻവറിന് മാത്രമറിയോ? ഞാൻ ഈ കാര്യം AICCയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി JC വേണുഗോപാലാണല്ലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഡയറക്ടറോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനടുത്ത ഡയറക്ടറോട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തിലാണെന്ന് പ്രതീക്ഷ അർപ്പിച്ചത്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ 5 മണിക്ക് എന്നോട് കോഴിക്കോട് എത്താൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട പിണറായി സാഹിബ് അടക്കം ഇടപെട്ടിട്ടാണ് JC വിളിച്ച് പറഞ്ഞു എന്നോട് സംസാരിക്കാൻ ഓക്കെ എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഓക്കെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് ചെല്ലുന്നത്. 5 മണി തൊട്ട് 7:45 വരെ ഞാൻ പറഞ്ഞു. 5 മണി തൊട്ട് 7:45 വരെ തനിക്കെതിരെ പറഞ്ഞതൊന്നും പിൻവലിക്കേണ്ടെന്നും നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അൻവർ പറഞ്ഞാൽ മതിയെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആദ്യം മുതൽ ഇക്കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും UDFിൽ നിന്ന് പ്രകോപനം ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നാളെ വൈകിട്ട് തീരുമാനമെടുക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എല്ലാവരോടും ആലോചിച്ചാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ തീരുമാനം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാനൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ UDFിൻ്റെ അഭിപ്രായം അപ്പം പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. അത് പറയണ്ടേ?
അത് പറയണ്ടേ? അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ആ തീരുമാനം പറഞ്ഞാൽ അതെനിക്ക് എന്നെക്കുറിച്ച് പറഞ്ഞതിൽ കുഴപ്പമില്ല. ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളല്ലേ, സ്വാഭാവികമായിട്ട് അത് പറയാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. അതിനെക്കുറിച്ച് നോ കമന്റ്സ്. നോ കമന്റ്സ്. നോ കമന്റ്സ്. ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ട് ഞാൻ നോ കമന്റ്സ്. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊന്നും അതിനെക്കുറിച്ച് പറയില്ല. അത് കുഞ്ഞാലി സാഹിബ് പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിലും ഓരോ കാര്യം, ഇത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ വിഷയം മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇടപെട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്. അപ്പൊ അങ്ങനെയൊന്നും ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞാൽ അതല്ലേ, അദ്ദേഹം UDF പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, അത് തന്നെ. അൻവർ വിഷയത്തിൽ UDF നാളെ അന്തിമ തീരുമാനമെടുക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. എല്ലാവരും കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ, UDF കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ. നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ UDF ഒരു തീരുമാനം എടുക്കും. നാളെ വൈകുന്നേരത്തോടു അത് നാളെ വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ. അതിന് മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോ ഒരു പ്രത്യേക ശ്രമമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു അന്തിമ കൂടിയാലോചനയെ ഈ വിഷയത്തിലുള്ളൂ. അതിന് നാളെ വൈകുന്നേരത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും അതിന്റെ അടുത്ത് നടക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ലീഡേഴ്സ് എല്ലാം കൂടി നാളെ വൈകുന്നേരം കൂടിയാലോചന. UDFന് ഈ ഇലക്ഷനിൽ ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കണമല്ലോ. അപ്പൊ ഈ വിഷയമുണ്ട്, ആ വിഷയം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും നാളെ വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായി അവസാനിപ്പിച്ചു. അല്ല, നിങ്ങളിങ്ങനെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പെരുമാറാമാവുന്ന ഒരു പ്രശ്നം. അല്ല, അതെ പ്രതിപക്ഷ ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുക്കും നാളെ വൈകുന്നേരത്തോട്. നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ നാളെ അറിയാനാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രഖ്യാപിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്കാണ് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. സ്വതന്ത്രനെങ്കിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി എന്നീ പേരുകളാണ് മുൻഗണനയിലുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ LDF ആശയക്കുഴപ്പത്തിലാണ് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എതിരാളികൾ പ്രചാരണം ശക്തമാക്കുകയാണ്. അതേസമയം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആദ്യമേ വ്യക്തമാക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. പൊതുസമ്മതൻ സ്ഥാനാർത്ഥിയാകുമെന്ന് MV ഗോവിന്ദൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് തന്നെയാണ് ചർച്ചകൾ എത്തി നിൽക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ചുങ്കത്തറ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ M തോമസ് മാത്യു എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. അതേസമയം ഡോക്ടർ ഷിനാസുമായി പാർട്ടി നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ട് എന്ന നിലയിൽ നിലമ്പൂരിലുള്ള സ്വാധീനം താലൂക്ക് ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. ആദിവാസി ഊരുകളിലെ ജനകീയത തുടങ്ങിയവ ഡോക്ടർ ഷിനാസിന് മേൽക്കൈ നൽകുന്നു. എന്നാൽ അൻവറിന്റെ സ്വാധീനത്തിലല്ല കഴിഞ്ഞ 2 തവണയും മുന്നണി ജയിച്ചത് എന്ന് തെളിയിക്കണമെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ എന്നീ പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാകും ഒറ്റപ്പേരിലെത്തി പ്രഖ്യാപനമുണ്ടാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
അറബിക്കടലിലെ കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ പാരിസ്ഥിതിക സാമൂഹികാഘാതം കണക്കിലെടുത്താണ് നടപടി. റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി. ഇനി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നടപടികൾ ആരംഭിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ആവശ്യപ്പെടാനും ഇതോടെ കഴിയും. കപ്പലിലുണ്ടായിരുന്ന 56 കണ്ടെയ്നറുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് വിവിധ തീരങ്ങളിലായി അടിഞ്ഞത്. ഇവയിൽ അപകടകരമായ രാസവസ്തുക്കളില്ല. പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് കടലിൽ വീണിട്ടുണ്ട്. അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ട്. ഇത് നിയന്ത്രണ വിധേയമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പിങ്ങുമായി ചർച്ച നടത്തുമ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. അതിൽ കണ്ട ചില കാര്യങ്ങൾ, കേരള തീരത്തടിഞ്ഞ എല്ലാ കണ്ടെയ്നറുകളും കസ്റ്റംസിനാണ് കൈമാറുക. നിലവിൽ 20 കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവ കൊല്ലത്തേക്ക് കൊണ്ടുപോയി കസ്റ്റംസിന് കൈമാറും. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിനായി കേരള സർക്കാരിനെ സഹായിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെയാണ്. ഇത് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് അറിയിക്കുകയുണ്ടായി. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളെ സഹായിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട്. പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി (P&I) ഇൻഷുറൻസ് ഏജൻസി കൊച്ചിയിൽ ഒരു നാശനഷ്ട ബാധ്യതാ ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഏജൻസിയുമായി ബന്ധപ്പെടുന്ന നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫ് തന്നെയാണ്. ക്യാപ്റ്റൻ ജോസഫിനെ ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നതും എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളിലെയും നോഡൽ ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിക്കുന്നതുമാണ്. ക്ലെയിമുകൾ കൃത്യമായും സമയബന്ധിതമായും ഫയൽ ചെയ്യാൻ ഇത് സഹായകമാകുമെന്നാണ് കരുതുന്നത്. കപ്പലിൻ്റെ ഇന്ധന അറയിലുള്ള ഇന്ധനം ജൂലൈ 3-ന് കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. കണ്ടെയ്നർ തീരത്ത് നിന്നും മാറ്റുന്നതിനായി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെയാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തിരുവനന്തപുരം തുമ്പ തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കോർപ്പറേഷൻ ജീവനക്കാരും സിവിൽ ഡിഫൻസ് ഓഫീസർമാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് തീരത്തടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് തരികൾ വേർതിരിക്കുന്നത്. മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അനുകുമാരി IAS എന്നിവർ തീരം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെ കടൽ തീരങ്ങളിലും കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും അടിഞ്ഞത്. തുമ്പയിലടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ തീരത്തടിഞ്ഞത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണെന്നും മനുഷ്യന് ആപത്തുണ്ടാക്കുന്നതല്ലെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ഡോക്ടർ A. ശശികുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. പോളിയെത്തിലിൻ ഗ്രാനുൾസ് ആണിത്. ഇത് പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടും അതിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊരു നോൺ ടോക്സിക് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോൺ ടോക്സിക് ആണ്. അതുപോലെ ഹസാഡസും അല്ല. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അനുകുമാരി IAS എന്നിവർ നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഈ പോളിയത്തിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ നർഡിൽസ് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരത്താകെയുള്ളത്. അത് സ്ഥായിയായി ഇവിടെ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നും വീണ്ടും കടലിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് പരമാവധി അത് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തയ്യാറാക്കുന്നത്. മലിനീകരണം ഉണ്ടാകുമെന്നതിനാൽ ഈ പ്ലാസ്റ്റിക് തരികൾ കടൽ തീരത്തു നിന്നും നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കോർപ്പറേഷന്റെ 91 ജീവനക്കാരാണ് പെർമനന്റ് ജീവനക്കാരും അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങളുമാണ് സൗത്ത് തുമ്പയിൽ ചെയ്യുന്നത്. തീരത്തടിഞ്ഞ വസ്തുക്കൾ ആശങ്കയുണ്ടാക്കിയെങ്കിലും കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികളും. കോവിഡ് കാലത്ത് വരെ ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ വന്ന സാധനങ്ങൾ മാറ്റം ഒരു ഭയവും ഇല്ലാതെ തന്നെ ഞങ്ങൾ വന്ന്
മാറ്റിയാണ് ഞങ്ങളിവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ബാക്കി തീരത്ത് അടിഞ്ഞു കിടക്കുന്ന ഈ വിതറി കിടക്കുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ വാരി ചാക്കിലാക്കിയാണ്. അതിന് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റാൻ പറ്റും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതോടെ മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾ പലതാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനേകം തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട്. വ്യാജ പ്രചരണം കനത്തതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. കടലിൽ നിന്നും പിടിച്ച മീനുകൾ നേരിട്ട് വാങ്ങാനെത്തുന്നവരുടെ തിക്കും തിരക്കും വലിയതുറ മീൻചന്തയിലെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഇന്നതല്ല സ്ഥിതി. ആളൊഴിഞ്ഞ മീൻചന്ത. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയതോടെ പറഞ്ഞു പടർന്ന അനേകം ആശങ്കകളാണ് അതിന് വഴിവെച്ചത്. നവമാധ്യമങ്ങളിലൂടെ നടന്ന വ്യാജ പ്രചരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പട്ടിണിയിലാഴ്ത്തി. ചെറുകിട മത്സ്യവിപണനം നടത്തുന്ന കച്ചവടക്കാർ ഉൾപ്പെടെ നിരവധി പേർ ആശങ്കയിലാണ്. അവരാരും വരുന്നില്ല. സാധാരണ വരുന്നവരാരും വേണ്ടാന്ന് മീന് അവർ പറയുന്നു. ഇങ്ങനെയാണ് വാർത്തയിൽ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ മീൻ ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ ഞങ്ങൾ ചാവട്ടെന്ന് അവർ ചോദിക്കുന്നു. ഞങ്ങളിതാണ് കഴിക്കുന്നത്. ഞങ്ങൾക്കൊരു മാറ്റവും കാണുന്നില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കാനുള്ളത്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പാവപ്പെട്ട ഇത്രയും പാവങ്ങൾ കിടക്കുന്നു. ഇല്ലായ്മയുള്ള എത്ര പാവങ്ങൾ ജീവിക്കാനുള്ളതാണ്. ഇതുകൊണ്ടാണ് ഈ കടൽ മത്സ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. ജനങ്ങൾ മത്സ്യം വാങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രചാരണം വ്യാപിച്ചു. എണ്ണം കുറവേനെ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് പോകേണ്ടതാണ് വീട്ടിൽ. മീനുകൾ ഇരിക്കണണ്ട. വാങ്ങിച്ചോണ്ട് പോയ അമ്മച്ചി തിരിച്ചു കൊണ്ടുവന്നതാണ്. വീട്ടുകളിൽ കൊണ്ടുപോയ മീനുകളാണ് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് വിൽക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പോയ എങ്ങനെയാണ്? കാലവർഷം കടുത്തതോടെ കടലിൽ പോകുന്നത് തന്നെ വിരളമാണ്. അതിനിടയിലാണ് ഇടയ്ക്കിടെ പിടിക്കുന്ന മീൻ പോലും വിൽക്കാനാകാത്ത സാഹചര്യമുണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ജൂൺ 1 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, അതിശക്തമായ മഴ പലയിടങ്ങളിലും, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ. എങ്ങനെയാണ് പുതിയ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ജാഗ്രതകളുമൊക്കെ? ഇന്ന് 3 ജില്ലകളിലാണ്, പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 9 മണി വരത്തെ കൂടി 2 ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 9 മണി വരെ ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും 60 കിലോമീറ്റർ മുകളിൽ വേഗതയിൽ കാറ്റ് വീശുന്നതിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയും റെഡ് അലർട്ട് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് തന്നെ ശക്തമായ മഴയിലും കാറ്റിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്നും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 2 മരണമാണ് ഈ മഴക്കെടുതി മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ഈ ജില്ലകളിലെല്ലാം നൽകിയിട്ടുണ്ട്. മഴ ശക്തമായി തന്നെ തുടരുന്നു. ഇടവിട്ട മഴയാണ് തുടരുന്നത്. കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയും അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാ മുൻകരുതലുകളും ജനങ്ങൾ സ്വീകരിക്കണം. ഒപ്പം തന്നെ ഈ കാറ്റിലും അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകിയും ഇലക്ട്രിക് കമ്പികളൊക്കെയും പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അവയൊക്കെ ജാഗ്രതയോടുകൂടി ഇടപെടണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ അത് രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെയും അത്തരത്തിലൊരു ജാഗ്രത കൃത്യമായി പാലിക്കണം എന്ന നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. എന്തുതന്നെയായാലും ശക്തമായ മഴ തുടരും. അടുത്ത 5 ദിവസത്തേക്ക് കൂടി ശക്തമായ മഴ തുടരുമെന്നൊരു അറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ശരി, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ടാണ്. ജൂൺ 1 വരെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതയുണ്ട്. കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. വിവരങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. ഇടുക്കി കുമളിയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. അതിർത്തിയിലെ തമിഴ്നാട് ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്രീജിത്തിനെ ഫയർഫോഴ്സ് സംഘം എത്തി മരം മുറിച്ചു മാറ്റിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലോറിയിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി അപകടത്തിൽ പരിക്കേറ്റു.
വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റു വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ലോട്ടറി കടയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് ലോട്ടറി കച്ചവടക്കാരന് പരിക്കേറ്റു. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലുള്ളവരോട് ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ പലയിടത്തും മഴയോടൊപ്പം കാറ്റും ശക്തമാണ്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കണ്ണൂരിലെ വലിയന്നൂരിൽ ലോട്ടറി കടയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് കച്ചവടക്കാരന് പരിക്കേറ്റു. വീടുകളുടെ മേൽക്കൂര തകർന്നു. പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതിയും തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ശക്തമായ കാറ്റിൽ മൊകവൂർ ബൈപ്പാസിലെ അപ്രോച്ച് റോഡിലെ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ചു. പലയിടങ്ങളിലും കടലാക്രമണത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച 4 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 52 കുടുംബങ്ങളിൽ നിന്നായി 145 പേരാണ്. കൊയിലാണ്ടി താലൂക്കിലെ ചങ്ങാരോത്ത് വില്ലേജിൽ കടിയങ്ങാട് ALP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് പിരിച്ചുവിട്ടു. വരും മണിക്കൂറുകളിലും വടക്കൻ ജില്ലകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലെ ജനങ്ങളോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്. ശക്തമായ മഴ തുടരുന്നതിനിടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിൽ. കോട്ടയം നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കോട്ടയം താഴത്തങ്ങാടി, ഇല്ലിക്കൽ, കുമ്മനം തുടങ്ങിയ പ്രദേശങ്ങൾ, തിരുവാർപ്പ്, ആർപ്പൂക്കര, ഐമനം, കുമരകം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കോട്ടയം കുമരകം റോഡിൽ ഇല്ലിക്കൽ ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയത് വാഹന ഗതാഗതത്തിന് വെല്ലുവിളിയായി. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 62 കുടുംബങ്ങളിലെ 181 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കോട്ടയം ഐമനത്ത് വിരിപ്പ് കൃഷിക്കായി ഒരുക്കിയ പാടശേഖരത്തിൽ മട വീണു. ഐമനം ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ ഉൾപ്പെടുന്ന പരിപ്പ്, മങ്ങാട്ടുകുഴി, പുത്തങ്കരി, തുമ്പേക്കണ്ടം പാടശേഖരത്തിലാണ് മടവീഴ്ചയുണ്ടായത്. 252 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിനിടയിലാണ് മടവീഴ്ച. കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിനെ തുടർന്നാണ് മട വീണത്. മോട്ടോർ പുരയ്ക്കടക്കം വലിയ കേടുപാടുകൾ സംഭവിച്ചു. ആലപ്പുഴയിൽ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ തലവടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ മാവേലി സ്റ്റോർ വെള്ളത്തിൽ മുങ്ങി. സാധനങ്ങൾ ഭാഗികമായി നശിച്ചു. അരിയും സാധനങ്ങളും തട്ടിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലും വെള്ളം കയറി. നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ജലനിരപ്പ് റെഡ് അലർട്ടിലെത്തിയതോടെ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ഒരു സെക്കൻഡിൽ 46,000 ലിറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതോടെ ജില്ലയിൽ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മെയ് മാസത്തിൽ പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വന്നത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്ക്. നിരണം തോട്ടടി നൈനപ്പാടത്ത് ഗീവർഗീസിനാണ് പരിക്കേറ്റത്. ചൂട്ടുമാലിൽ CSI പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടം. വീട്ടിൽ നിന്ന് എടത്വ ഭാഗത്തേക്ക് പോയ ഗീവർഗീസിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു. തലയ്ക്കും കഴുത്തിനും ശരീരത്തിനും ക്ഷതമേറ്റിട്ടുണ്ട്. പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറ റൂട്ടിൽ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീണു. വീശിയടിച്ച ശക്തമായ കാറ്റിനെ തുടർന്നാണ് മരങ്ങൾ കടപുഴകിയത്. 50-ലധികം അക്വേഷ്യ മരങ്ങളും 6 വൈദ്യുത പോസ്റ്റുകളുമാണ് തകർന്നത്. അല്പനേരം മാത്രം വീശിയടിച്ച ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റാണ് നാശം വിതച്ചത്. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റി. എറണാകുളം കാലടിപ്പാലത്തിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കാറിൽ നിന്നിറങ്ങിയ മന്ത്രി പാലത്തിലെ കുഴികൾ പരിശോധിച്ചു. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് ഫോണിൽ നിർദ്ദേശവും നൽകി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മന്ത്രി തൃശൂരിലേക്ക് പോകും വഴി ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത്. പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ ഇറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നാലെ പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം വിവരിക്കുകയായിരുന്നു. കുഴികൾ കാരണം കാലടിപ്പാലത്തിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായി സുരേഷ് ഗോപി പറഞ്ഞു.
കാലവർഷം ശക്തമായതോടെ വലിയ ആശങ്കയിലാണ് ഇടുക്കി ചൊക്രമുടി നിവാസികളും ആദിവാസി സമൂഹവും. ചൊക്രമുടിയിലെ അനധികൃത തടയണ 15 ദിവസത്തിനകം നികത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല. മഴ ശക്തമായതോടെ തടയണയിൽ വെള്ളം കെട്ടിനിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇടുക്കി ബൈസൺ വാലി വില്ലേജിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച തടയണയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തടയണയുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ചൊക്രമുടിയിലെ തടയണ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബർ 17-നാണ് ജില്ലാ കളക്ടർ ബൈസൺ വാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ വിദഗ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയിൽ തടയണ മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി. 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് 17 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള തടയണയുടെ മൺവരമ്പ് 4 മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും തങ്ങി നിന്ന് വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന തടയണയും അതുപോലെ തന്നെ ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന റോഡും പൊളിച്ചു മാറ്റണമെന്ന് കളക്ടർ ഉത്തരവിട്ടിട്ട് ഇന്നേക്ക് ഏതാണ്ട് 3 മാസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതിനുവേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയോ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കോ പോവുകയോ ചെയ്തിട്ടില്ല. കാലവർഷം ശക്തമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. എത്രയും വേഗം തടയണയുടെ മൺവരമ്പുകൾ പൂർണ്ണമായി പൊളിച്ചുമാറ്റി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. മഴക്കാലമായതോടെ വെള്ളക്കെട്ടിൽ വലയുകയാണ് പത്തനംതിട്ട നഗരത്തിലെത്തുന്നവർ. നഗരത്തിൽ ജനങ്ങളേറെ ആശ്രയിക്കുന്ന KSRTC ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡിൽ മലിനജലം ഒഴുക്കിക്കളയാൻ ഓടയില്ല. റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയിലാണ് ജനങ്ങൾ. നഗരമധ്യത്തിൽ നിന്നും KSRTC ടെർമിനലിലേക്കുള്ള എളുപ്പവഴി. ധർമ്മശാസ്ത്ര ക്ഷേത്രം, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ്, അഭിഭാഷകരുടെ ഓഫീസുകൾ തുടങ്ങി സ്ഥാപനങ്ങളിലേക്ക് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥയാണിത്. മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ഇതുവഴി മൂക്കുപൊത്താതെ സഞ്ചാരം സാധ്യമല്ല. കാൽനടയാത്ര തീർത്തും ദുസ്സഹം. ഇതുവഴിയുള്ള സഞ്ചാരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. KSRTCക്ക് പോകുന്ന വഴിയാണത്. ഈ വഴിയിൽ ആ KSRTCയിൽ വരുന്ന മൂത്രവും മലവും കൂടെ ഒഴുകി വരുന്ന ഈ ഇങ്ങാടാണ്. ഇത് ഇടത്താവളമാണ്, അമ്പലമാണ്. ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് അമ്പലത്തിന്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ കാല് നമുക്ക് നടന്നു വന്നാലല്ലേ ഇതിന്റെ അകത്തോട്ട് വന്നാലേ നമുക്കിത് കയറാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. മലിനജലം ഒഴുക്കിക്കളയാൻ ഓടയില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ചാറ്റൽ മഴ പെയ്താൽ പോലും ഇവിടം വെള്ളക്കെട്ടാകും. മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് ഇരിക്കണല്ലോ, ഇവിടുന്ന് 150 മീറ്റർ. കോടതി ഇരിക്കണ ഒരു 100 മീറ്റർ ഇല്ല കോടതി, അതിന് സിവിൽ സ്റ്റേഷൻ. പിന്നെ ടൗണിന്റെ നടക്കാണ് സംഭവം. അതുകൂടാണ് ദേവസ്വം ബോർഡിന്റെ ഒരു അമ്പലം, അതുകൂടാണ് ദേവസ്വം ബോർഡ് ഓഫീസ്. പിന്നെ ഞാനിവിടെ തുടങ്ങിയിട്ട് 17 വർഷമായി. നമ്മൾ രാവിലെ കാലത്ത് വന്ന് തുറന്നിരുന്നിട്ട് വൈകുന്നേരം അടച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് നഗരമധ്യത്തിൽ തന്നെ ഇത്തരമൊരു കാഴ്ച. അമൃത ന്യൂസ്, പത്തനംതിട്ട. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്പനികൾക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയടക്കം ഫലപ്രദമായി നടത്തിയില്ല. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതി കണ്ടെത്തി. മലപ്പുറം കൂരിയാട് ദേശീയപാത വീണ്ടും പൊളിഞ്ഞു. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. നേരത്തെ അപകടമുണ്ടായതിന് സമീപമാണ് റോഡ് തകർന്നത്. ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത്. കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ സമീപത്തെ വയലുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്.
ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ കാസർഗോഡ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റീജിയണൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. പൊയ്നാച്ചിയിൽ നിന്നും പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ കരാർ കമ്പനി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മാർച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും തകർച്ച. 2 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലത്തിൽ കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തെത്തി. ദേശീയപാതയിൽ മാവുങ്കാലിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത മേൽപ്പാലത്തിൽ മധ്യഭാഗത്തായി കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പൂർണ്ണമായും പുറത്തെത്തിയത്. ഇന്ന് രാവിലെയാണ് സംഭവം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കമ്പി കോൺക്രീറ്റിന് മുകളിലേക്ക് ഉയർന്ന് ടാറിങ് ഇളകിയത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത വ്യക്തമാക്കുന്നു. വലുപ്പത്തിലുള്ള കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. പാലത്തിന്റെ പണിയെടുത്തിട്ട് ഏകദേശം ഒരു 2 മാസത്തിന്റെ അകത്ത് തന്നെ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള വളരെ വലിയ ഒരു വിഷമം എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ട്. പണി നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകളുമായിട്ടോ മറ്റുള്ള ഒരു ചർച്ചകളൊന്നും നടത്താത്തതിൻ്റെ അശാസ്ത്രീയതയാണ് ഈ കാണുന്നത്. ഇതിന് ഹൈവേ അതോറിറ്റിയും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ട് റോഡ് പണി നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മഴ ശക്തമാകവേ കോൺക്രീറ്റ് കൂടുതലായി ഇളകും വിധത്തിലാണ് നിലവിലെ അവസ്ഥ. ഇവിടെ പാലത്തിന് ചോർച്ചയില്ലെന്നാണ് നിർമ്മാണ കമ്പനിയുടെ വാദം. ഇതേ റോഡിൽ ദിവസങ്ങൾക്ക് മുൻപ് സർവീസ് റോഡ് തകർന്നിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴിക്കേസ് അന്വേഷിക്കാൻ EDയും രംഗത്ത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിന് നാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ വിജിലൻസ് കേസിന് കാരണമായ ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല. ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ അന്വേഷണവുമായി സഹകരിക്കാൻ അനീഷ് ബാബുവിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് തൽക്കാലം ഹൈക്കോടതി തടഞ്ഞു. വിഷയത്തിൽ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത പുതിയ ECIR പ്രകാരം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയക്കുന്നതായി ചൂണ്ടിക്കാട്ടി അനീഷ് ബാബു നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അനീഷ് ബാബുവിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിന്റേതുമായി 5 കേസുകളുണ്ടെന്ന് EDയും വ്യക്തമാക്കിയിരുന്നു. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അനീഷ് ബാബു വിജിലൻസിനെ സമീപിച്ചത്. ED കേസ് ഒതുക്കി തീർക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന പരാതിയിൽ 3 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. അറസ്റ്റിലായ കൊച്ചി തമ്മന സ്വദേശി വിൽസൺ വർഗീസ്, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവർക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉപാധികളോടെ കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നില്ല. ശേഖർ കുമാറിനെതിരെ വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ച ശേഷം EDയെ ഔദ്യോഗികമായി സമീപിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നതിനിടയിലാണ് സമാന്തരമായി EDയും കേസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 2 നാടോടികൾ പിടിയിൽ. മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ, ലക്ഷ്മി എന്നിവരാണ് വെള്ളയിൽ പോലീസിന്റെ പിടിയിലായത്. അവധിക്കാലം ആഘോഷിക്കാൻ പുതിയ കടവ് ബീച്ചിലെ ഉമ്മയുടെ വീട്ടിലെത്തിയ കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കോഴിക്കോട് പുതിയകടവ് ബീച്ചിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ബീച്ചിനു സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളിൽ ഒരാളെ ചാക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് പരാതി. മറ്റു കുട്ടികൾ ബഹളം വെക്കുകയും ഇത് ചെറുക്കുകയും ചെയ്തു. കൂടാതെ ബീച്ചിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തി കുട്ടികൾ തന്നെ വിവരമറിയിച്ചു. ഇവിടെയുള്ള പോലീസുകാർ എത്തിയാണ് ഇരുവരെയും പിടികൂടിയത്. 2 പേരും ചേർന്ന് ബലമായി തന്നെ ചാക്കിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് കുട്ടി പറയുന്നത്. പശുവിനില്ലേ പുല്ല് കൊടുത്തിട്ട് വർത്താനം പറയും കഴിയുമ്പോല്ലേ വീട്ടിലൊക്കെ പോകുമ്പോല്ലേ ഒരു പെണ്ണിനെ പിടിക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പിടിക്കാൻ പോയി. അപ്പോൾ പിടിച്ചിട്ട് എൻ്റെ കൂട്ടുകാരെ കുറേ തെരി വിളിച്ച്. അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ട്, ഓനാണ് പോലീസിനെ വിളിച്ച്. ആദ്യമായിട്ട് കാണുന്നു, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെ മറിച്ച് ചാക്കിലേക്ക് ഇടാൻ നോക്കി. മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ, ലക്ഷ്മി എന്നിവർ 10 ദിവസം മുമ്പാണ് കോഴിക്കോട് എത്തിയത്. ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നവർ നന്നായി മലയാളം സംസാരിക്കുന്നവരാണ്. ശ്രീനിവാസൻ തൃശൂർ, എറണാകുളം ജില്ലകളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. അതേസമയം കുട്ടികൾ തങ്ങളെ അണ്ണാച്ചി എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ അവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞത്. അമൃത ന്യൂസ്, കോഴിക്കോട്.
തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ MP രംഗത്ത്. തനിക്ക് നേരെയുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ തനിക്ക് മറ്റു ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എക്സിലൂടെ തരൂർ പ്രതികരിച്ചു. തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്നും റിജിജു. ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെക്കുറിച്ചാണ് താൻ വ്യക്തമായും വിശദമായും സംസാരിച്ചതെന്നും മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നുമാണ് ശശി തരൂർ വിമർശകർക്ക് മറുപടി നൽകുന്നത്. വിമർശകർക്കും ട്രോളുന്നവർക്കും വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാമെന്നും തരൂർ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളോടാണ് തരൂരിന്റെ പ്രതികരണം. ഇന്ത്യ ആദ്യമായാണ് നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നായിരുന്നു തരൂരിന്റെ പ്രസ്താവന. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ അതിശക്തമായ നിലപാടിനെയും 2016 സർജിക്കൽ സ്ട്രൈക്കിനെയും 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തെയും പ്രകീർത്തിച്ച് സംസാരിച്ചു. ഇതിനെതിരെയാണ് കോൺഗ്രസിൽ നിന്ന് തരൂരിനെതിരെ വിവാദമുയർന്നത്. പനാമയിലെ സർവകക്ഷി സംഘത്തിന്റെ പര്യടനത്തിലാണ് തരൂരിന്റെ പ്രസ്താവന. പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് മുതൽ കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അവസാനിച്ചിട്ടില്ല. തരൂരിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് അമർഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്തുണയുമായി BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു രംഗത്തു വന്നു. കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ MPമാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്യത്തെപ്പറ്റി കോൺഗ്രസിന് എത്രമാത്രം ആശങ്കയുണ്ടെന്നും റിജിജു വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഹോർട്ടികോർപ്പിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ കൃഷിമന്ത്രിയുടെ വസതിയിലേക്ക് കർഷകരുടെ മാർച്ച്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഹോർട്ടികോർപ്പ് കർഷകരുടെ വിളകൾ സംഭരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിമന്ത്രി P. പ്രസാദിന്റെ വസതിയിലേക്ക് കർഷകർ മാർച്ച് നടത്തിയത്. മാർച്ചിൽ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കർഷകരുടെ ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് മന്ത്രിക്ക് സ്വൈര്യവിഹാരം നടത്താമെന്ന് കരുതണ്ട എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കേരളത്തിലെ കർഷക സമൂഹം അവർ ദുരിതത്തിലാണ്. അവർ ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അങ്ങേക്ക് കേരളത്തിലൂടെ സ്വൈര്യവിഹാരം നടത്താമെന്ന വ്യാമോഹം അങ്ങേക്ക് വേണ്ട. ഇതൊരു സൂചനയാണ്. 2 മാസമായി വിളകൾ സംഭരിക്കാത്തതുകൊണ്ട് കർഷകർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും അവശേഷിക്കുന്ന കർഷകരെയെങ്കിലും സംരക്ഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നെടുമങ്ങാട് രാജ്യാന്തര മാർക്കറ്റിലാണ് ഇവർ ഉൽപ്പന്നങ്ങൾ നൽകിയിരുന്നത്. ഇത് പാടെ നിലച്ചിട്ട് മാസങ്ങളായി. ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അവഗണിച്ചാൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടൻ ഉണ്ണി മുകുന്ദൻ മാനേജരെ തല്ലിയെന്ന പരാതിയിൽ ഇടപെട്ട് അമ്മയും ഫെഫ്കയും ഇരുവരുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് സംഘടനകളുടെ ശ്രമം. നടനിൽ നിന്ന് സിനിമാ സംഘടനകൾ വിശദീകരണം തേടിയേക്കും. നടൻ ഉണ്ണി മുകുന്ദൻ മാനേജർ വിപിൻ കുമാറിന്റെ കരണത്തടിച്ചെന്ന പരാതിയിൽ ചർച്ച നടത്താനാണ് സിനിമാ സംഘടനകളുടെ നീക്കം. ആരോപണങ്ങളിൽ മാനേജരെ കേൾക്കാനും നടനിൽ നിന്ന് വിശദീകരണം തേടാനും താരസംഘടനയായ അമ്മയും ഫെഫ്കയും തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് FIR-ൽ പറയുന്നത്. എന്നാൽ പരാതിക്കാരന്റെ കണ്ണട താൻ ഊരിമാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിരുന്നു. വർഷങ്ങളായി സുഹൃത്തിനെ പോലെ കൂടെയുണ്ടായിരുന്ന വ്യക്തി തന്നെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇദ്ദേഹത്തെ ഔദ്യോഗികമായി തന്റെ മാനേജർ ആക്കിയിട്ടില്ലെന്നും നടൻ ആവർത്തിച്ചു. എന്നാൽ ഉണ്ണി മുകുന്ദൻ തുടരെ അസഭ്യം പറഞ്ഞതായും കുതിരയോടാൻ ശ്രമിച്ച മാനേജരെ തടഞ്ഞു നിർത്തി വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും FIR-ൽ പറയുന്നു. ഇതിനു മുൻപും വിപിന്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമൃത ന്യൂസ്, കൊച്ചി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ സാമ്പത്തിക നയത്തിന് കനത്ത തിരിച്ചടി നൽകി US ഫെഡറൽ കോടതി. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. ഏകപക്ഷീയമായി തോന്നിയതുപോലെ വിവിധ രാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടിയെ അധികാര ദുർവിനിയോഗമെന്നാണ് ഫെഡറൽ കോടതി നിരീക്ഷിച്ചത്.
ചുങ്കം ചുമത്താൻ പ്രസിഡന്റിന് ഏകപക്ഷീയമായി അധികാരമില്ല. മറ്റ് രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിന് US ഭരണഘടന കോൺഗ്രസിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ടെന്നും സമ്പദ്വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരം ഇതിനെ മറികടക്കുന്നില്ലെന്നും മാൻഹാട്ടൻ ആസ്ഥാനമായുള്ള കോടതി പറഞ്ഞു. എന്തായാലും വിധി വന്ന മിനിറ്റുകൾക്കുള്ളിൽ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അടിയന്തരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടത് തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാരുടെ ഉത്തരവാദിത്വമല്ലെന്നും മറിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണെന്നും വൈറ്റ് ഹൌസ് വാർത്താവിനിമയ വക്താവ് ഖുഷ് ദേശായി പ്രസ്താവനയിറക്കി. എന്നാൽ ഫെഡറൽ കോടതി വിധിയെ പിന്താങ്ങി ന്യൂയോർക്ക് അറ്റോർണി ജനറൽ അടക്കം 12 സ്റ്റേറ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.